ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 154 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 135 മുതൽ 138 വരെ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ഇന്നലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: യഹോവ തനിക്ക് നിക്ഷേപമായി തിരഞ്ഞെടുത്തത് ആരെ? അതിന്റെ ഉത്തരം ഇസ്രായേലിനെ. സങ്കീർത്തനങ്ങൾ 135-ന്റെ 4-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: നാശം സമീപിച്ചിരിക്കുന്നത് ആർക്ക്? ഉത്തരം ബാബേൽ പുത്രിക്ക്. സങ്കീർത്തനങ്ങൾ 137-ന്റെ 8-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം: ഒരു അധ്യായത്തിന്റെ വാക്യങ്ങളുടെ എണ്ണത്തിന് തുല്യമായി ഒരു വാചകം അതേ അധ്യായത്തിലുണ്ട്. എന്താണ്? അധ്യായവും എണ്ണവും എഴുതുക എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇതാണ് വാചകം. 136-ാം സങ്കീർത്തനം, അതിൽ 26 പ്രാവശ്യമാണ് ഈ വാചകം ഉള്ളത് കേട്ടോ. വാക്യം 26-ാമത്തെ വാക്യമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ: മഴയ്ക്ക് വേണ്ടി യഹോവ സൃഷ്ടിക്കുന്നത് എന്തിനെ? ഉത്തരം മിന്നലുകളെ. സങ്കീർത്തനങ്ങൾ 135-ന്റെ 7-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: നാം എല്ലാവരും ഏതിനു മുൻപാകെ വെളിപ്പെടണം? ഉത്തരം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ. 2 കൊരിന്ത്യർ 5-ന്റെ 10-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആൻസേഴ്സും അതിന്റെ റെഫറൻസും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയുന്നു: സങ്കീർത്തനങ്ങൾ 139 മുതൽ 142 വരെ, 2 കൊരിന്ത്യർ 6-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡിയായി ഇരുന്നോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.